ഹായ് വെൽക്കം ഓൾ. ഡു എന്ന് പറയുന്ന വേർബിന് ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചും നമ്മൾ ഏതെല്ലാം തരത്തിലാണ് ചേഞ്ചസ് വരുത്തേണ്ടതെന്നുള്ളത് നമുക്ക് കുറച്ച് എക്സാമ്പിളിലൂടെ നോക്കാം. ഫസ്റ്റ് വൺ ഡു. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക. സെക്കൻഡ് വൺ ഡിഡ്. ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു. ഐ വിൽ ഡു, ഞാൻ ചെയ്യാം. ഐ ഡിഡ്, ഞാൻ ചെയ്തു. വിൽ യു ഡു, നിങ്ങൾ ചെയ്യുമോ? ഐ വോണ്ട് ഡു, ഞാൻ ചെയ്യില്ല. ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തിട്ടുണ്ട്. From these examples, we noticed that how we use do, did, done according to situation. അതായത് ഡു എന്ന് നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഡിഡ് എന്നുള്ളത് നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് അത് ഓൾറെഡി കഴിഞ്ഞതാണ്. ദെൻ നമ്മൾ വില്ലിന് ശേഷം പ്രസൻറ്റ് ടെൻസ് ആണ് കൊടുക്കുക, അതുകൊണ്ട് നമ്മൾ ഐ വിൽ ഡു എന്ന് കൊടുത്തു. അതേപോലെ ഒരു പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്തും നമ്മൾ യൂസ് ചെയ്യുക ഡു എന്നുള്ള വേർബാണ്. അപ്പോൾ നമുക്ക് തോന്നുന്ന ഡൗട്ടാണ്, അതായത് V3 ഡൺ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. V3 നമ്മൾ യൂസ് ചെയ്യുക പെർഫെക്റ്റ് ടെൻസിലാണ്, അതായത് ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ഒരു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നതാണ് ഡൺ, അതായത് ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് എന്ന് പറയാം. അവിടെ നമ്മൾ ഡിഡോ ഡു അല്ല യൂസ് ചെയ്യുക. So guys, I hope you get it and thank you for watching.